ഇന്ന് നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോകണമെന്നുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് പുറത്ത് പോകണമെന്നുണ്ടായിരുന്നത് പൊന്നൂസിനാണ്. അപ്പം നമ്മൾ അവളുടെ വാശിക്ക് വിട്ട് കൊടുത്ത്, കാരണം അവൾ കരയുകയൊക്കെ ചെയ്തിട്ടോ. നമുക്ക് നാളെ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ, കാരണം അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്ന് പുറത്ത് പോകാനൊക്കെ ആയിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവൾ ചെറിയ കടുക്കയൊക്കെ തിന്നതായിരുന്നു. എനിക്ക് കൊണ്ടുവന്ന് തന്നു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് വലിയ കടുക്കിനേക്കാളും കൂടുതൽ ഇഷ്ടമായത് ചെറുതാണ് കേട്ടോ. ഇത് കടുക്കാന്ന് തന്നെയാണ് പറയുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് കണ്ടില്ലേ, ഇതിൽ ആ ചെറുത് പല്ലിയൻ പോലെ ഇരിക്കുന്നതാണ് ഞാൻ പറഞ്ഞ കടുക്ക എന്ന് പറയുന്ന സാധനം. പിന്നെ കിഴങ്ങല്ലല്ലോ, വേറൊരു ചേമ്പാണെന്ന് തോന്നുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു. മീൻ കറിയും ഇതൊക്കെ കൂട്ടി നല്ല കുശാലായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ പെണ്ണുമ്പുള്ളി ഇട്ടേക്കുന്നത് റെനൻ്റെ ഉടുപ്പാണ്. ഇത് എനിക്ക് ഇവളിട്ടിട്ട് ഭയങ്കര നല്ല രസമായിട്ട് തോന്നിയിട്ടു. ഇങ്ങനത്തെ കുറച്ച് ക്ലോത്ത്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അടിക്കണം. കുറച്ച് മോഡൽ നമ്മൾ പിൻട്രസ്റ്റ് എന്നൊക്കെ എടുത്ത് നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഈ അണ്ണാച്ചി ഇവിടെ താഴ്ത്തിരുന്ന് അടിക്ക് വെറുക്കായിരുന്നു കേട്ടോ. അവള് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ആകെ റൂം കൊളായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളൊക്കെ അത് റെഡിയാക്കി നമ്മൾ പിന്നെ നേരെ ഇറങ്ങി പുറത്ത് പോകാനായിട്ട്. പിന്നെ ഞാനൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആകെ നൂറെ ആദിലയും കൂടെ വേറെ വേറെ ആയിട്ട് നടക്കുന്നത് റെനൻ്റെ അടുത്ത് പോകുമ്പോഴാണ്. അതായത് നൂറ റെനൻ്റെ കൂടെ, ഞാൻ പൊന്നൂസിൻ്റെ കൂടെയെന്ന്. അത് കണ്ടപ്പോൾ നിങ്ങൾ എത്രത്തോളം നമ്മളെ വീക്ഷിക്കണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത് നൂറനോട് കാണിച്ചിട്ട് ഇങ്ങനെ ദേ നോക്കിയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിലിട്ടതൊക്കെ കഴിച്ചിട്ടാണ് നേരെ ഇങ്ങോട്ട് വന്നത്. ഇത് ബീച്ചിൻ്റെ ആ സൈഡിലോട്ടുള്ള ഏതോ ഒരു ഷോപ്പാണ് കേട്ടോ, ഏതോ ഒരു കഫേയാണ്. ഇവിടെ നമ്മൾ കുറച്ച് സ്ട്രോബെറി ചോക്ലേറ്റ് ഒക്കെ ഇട്ടിട്ടുള്ളൊരു സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സ്ട്രോബെറി കുറച്ച് എന്താ പറയുക, നല്ലൊരു ഇതായിട്ട് തോന്നിയില്ല കേട്ടോ. കുഴപ്പമില്ല. നോമ്പിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ എറണാകുളത്ത് വേറെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ കോഴിക്കോട് ഇത്ര ഓണായിട്ട് കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ട് തോന്നി കേട്ടോ എനിക്ക്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് റമദാൻ്റെ ടൈമിൽ കോഴിക്കോടൊക്കെ വരുന്നത്. ഇവള് മുന്നേ വന്നിട്ടൊക്കെയുണ്ട്, പക്ഷേ ബീച്ച് സൈഡൊക്കെ വന്നിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ കടുക്കയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരു വീട്ടിലുണ്ടാക്കിയ ആ ഒരു ടേസ്റ്റ് തീരെ എനിക്ക് അവിടെ തോന്നിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടുന്ന് ഈ സാധനമൊക്കെ കഴിച്ചപ്പോഴാണെങ്കിലും എനിക്ക് ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കാടമുട്ട തിന്നുന്ന ഒരു എലീനെയാണ് നിങ്ങൾ കാണുന്നത്. കുറേ എലിക്കുട്ടന്മാർ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു തൊട്ടിയാട്ടം കണ്ടപ്പോൾ തന്നെ പൊന്നൂസിനയിൽ കയറണമെന്നുണ്ടായിരുന്നു കേട്ടോ. നൂറേ റെനക്കൊക്കെ ഭയങ്കര മടുത്ത് അവർ പോയിട്ടുണ്ടായിരുന്നു വണ്ടിയിലോട്ട്. പിന്നെ ഞാൻ അവളുടെ കൂടെ പോന്നു. പിന്നെ ഞങ്ങൾ ഇത്രയും പേരായിരുന്നു തൊട്ടിയാട്ടത്തിൽ കയറിയത്. വേറൊരു സാധനം ഞാൻ കേൾപ്പിച്ചു. ഞങ്ങളുടെ കൂടെ വന്നതല്ല. പിന്നെ അത് ഈ ഒരു പുളി വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പുളി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു മനുഷ്യനും അത് കഴിച്ചില്ല കേട്ടോ. അങ്ങനെ തന്നെ കളിയാണ് ചെയ്തത്. നിങ്ങൾക്കറിയാം അങ്ങനെ